നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് നമ്മൾ ഇന്നത്തെ അജണ്ട? എല്ലാ ദിവസത്തെ പോലെയും ഇന്നത്തെ ദിവസവും മനോഹരമാകട്ടെ എന്നാണ് നമ്മുടെ അജണ്ട. ഒരുപാട് പുതിയ സ്കിറ്റുകൾ, പുതിയ കൗണ്ടറുകൾ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. തീർച്ചയായും ഐറ്റത്തിന്റെ ബഹളമൊരുക്കുള്ളൂ. കണ്ടോ? എന്തായാലും അത് കാണാൻ വേണ്ടി പിറവത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു കഥ കൈയടി. നിരാശപ്പെടൂല അവര്. ആദ്യത്തെ ടീമിനെ എന്നാ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം അനീഷ്, സൂര്യ, സാബു. ഇത് ഐറ്റം വേറെ. ഈ തിളച്ച വെള്ളത്തിന് എന്തോ ഒരു ചൂടായത്. എന്റെ ദൈവമേ, എനിക്കാണ് ഇനി ഷർട്ടും തയ്ക്കാനുണ്ട്. എന്തുവായാലും എനിക്കിപ്പോ ഒരു മനസമാധാനമുണ്ട്. എന്റെ ചേട്ടൻ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോകാന്ന് പറഞ്ഞു. അത് തന്നെ എന്തൊരു സമാധാനമാ. ഹലോ രമ്യേ, പറയടി. ഒരു ഇച്ചിരി തിരക്കാടി മോളെ. എടി നീ അറിഞ്ഞോ? എടി എന്റെ ചേട്ടൻ കുടി നിർത്താൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ പോകാന്ന് സമ്മതിച്ചടി. എത്ര കാലം കൊണ്ട് ഞാൻ പറയുവാന്ന് നിനക്കറിയാവോ? പണ്ട് ഞാൻ ഇങ്ങാരെ ഒരു പള്ളിയിൽ ധ്യാനം കൂടാൻ വേണ്ടി വിട്ടതാ കുടി നിർത്താൻ. അവിടെ ചെന്നിട്ടോ എടി അച്ഛന്റെ മുറിയിൽ ഇരുന്ന ഫ്രൂട്ട്സ് എടുത്ത് അത് വാറ്റി കുടിച്ച മനുഷ്യനായത്. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തോ ചെയ്യാനാടി? അയ്യോ എടി മോളെ, കുഞ്ഞ് കരയുന്നടി. ഞാനേ നിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. നീ ഫോൺ വെച്ചോ. തക്കിടുമുത്ത ഉണന്നോടാ. ചക്കരബാബു ഉണന്നോ? അയ്യോ ഇച്ചി മുള്ളിയോ. നമുക്കേ ഈ സ്നഗ്ഗിയൊക്കെ മാറ്റി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവേ. എന്റെ മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ. എന്റെ പൊന്നു മനുഷ്യ, കുറെ നേരം ആയല്ലോ നിങ്ങൾ അവിടെ കിടന്ന് ഒരുങ്ങി വരാൻ തുടങ്ങിയിട്ട്. ബസ് ഇപ്പൊ അതിന്റെ പാട്ടിന് പോകും. ഞാൻ ഷർട്ട് ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ എടുത്തോണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോണോടി. പോണോന്നോ? പൊക്കോണം. എടി ഞാൻ ഇവിടെ നിന്ന് നന്നായിക്കോളാം. അയ്യോ, ഇത് കൊറേ വർഷം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കോ. നിങ്ങൾ അവിടെ പോയങ്ങ് നന്നായാ മതി. എടി നിന്നാണ് സത്യം. അയ്യോ എന്റെ തലയിലൊന്നും തൊട്ട് സത്യം ചെയ്തേക്കല്ലേ. കൈ മുഴുവൻ ഡൈയായി. നമ്മുടെ കുഞ്ഞാണ് സത്യം. എന്റെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യല്ലേ. നിങ്ങൾ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ പോയില്ലെങ്കിൽ ഞാൻ പോവും. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടി അവിടെ ചെന്നാൽ 6 മാസം നിൽക്കണം. ഈ 6 മാസം ഞാൻ നിന്നെ കുഞ്ഞിനെ കാണാതെ എനിക്ക് പറ്റത്തില്ല. അയ്യോ, ഒരു മുതുക്ക് കുഞ്ഞുവാവ നിന്ന് കൊഞ്ചി കൊഴയുന്നു. ബസ് വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക് മനുഷ്യ. എടി അതല്ല, എനിക്ക് നിന്നൊക്കെ ഒന്ന് കാണാൻ എന്തോ ചെയ്യടി. പത്തിരി ചുണ്ടിപ്പോ എറുന്നിങ് വീഴും. പെട്ടി എടുത്തോണ്ട് പോവാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊക്കോണം മര്യാദയ്ക്ക്. ഞാൻ പോകുന്നില്ല. നിന്നോടാന്ന് പറഞ്ഞോടി ആവശ്യമില്ലാത്ത സാധനം ഇവിടെ കൊണ്ടിറക്കി. ഞാൻ ആ ഫോൺ വന്നപ്പോ അറിയാതെ കൊണ്ടുവച്ചത്. പോളിസ്റ്റർ പാന്റ് ഉരുകി പിടിച്ചെന്നാ തോന്നുന്നു. അതെ, എന്തുപടി അച്ചാറാണോ തൊട്ട് തക്കാൻ? അതല്ല, ചൂടുണ്ടോ നോക്കിയതാ മനുഷ്യ. അയ്യോ പതുക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ. അതെ, കുറച്ച് മണ്ണെണ്ണ കോരി ഒഴിക്കട്ടെ. അയ്യോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനാണോടി? അതല്ല മനുഷ്യ, പണ്ട് എന്റെ അപ്പൂപ്പന്റെ കാലെ കൊളയട്ട കടിച്ചപ്പോഴേ മണ്ണെണ്ണ ഒഴിച്ചപ്പോഴാ അത് വിട്ടത്. കൊളയട്ടയാണോടി ഇവിടെ ഇരിക്കുന്നേ? ഞാൻ പതുക്കെ ഇങ്ങോട്ട് നിളക്കാം. നിങ്ങൾ ബാക്ക് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. എനിക്ക് പെട്ടെന്ന് ഷൈൻഡോൺ ചാക്കോയെ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ പതുക്കെ ഒന്ന് ഇളക്കാവേ. അത് 5-ലാ കിടന്ന് കറങ്ങുന്നത്. കൊച്ചു മുള്ളിട്ട് വെച്ച സ്നാക്കിയാ മനുഷ്യ. അയ്യോ ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന കർച്ചീഫ് തേച്ച് മടക്കി വെച്ചിരിക്കുക. ഞാൻ എനിക്ക് വാ കഴുകണം. വെള്ളം എടുക്കല്ലേ.
ഞാനേ എവിടൊക്കെ വീശി തരും മനുഷ്യ ഞാന്. അയ്യോ. എടീ ദുശകനം, ഇത് പിന്നെ കൊണ്ട് വെച്ചിരിക്കുവാണ് ഇവിടെ. എടീ ദുശകനം, ഇനി പോയാൽ ശരിയാത്തില്ല, ഞാൻ പോകുന്നില്ല. ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പോകാതെ അങ്ങാനും ഇരുന്ന അടുപ്പിനകത്ത് ചട്ടുകം പഴിപ്പിച്ച് ഞാൻ മറ്റേ സൈഡിൽ കൂടെ വെക്കും. അപ്പൊ എന്നെ ഇവിടെ നിന്ന് നിനക്ക് പറഞ്ഞു വിടണം, നിനക്ക് അല്ലേ? പറഞ്ഞു വിടണം, നിങ്ങൾ പോയേ പറ്റൂ. അതെ, ഞാൻ പോവാടി. ഞാൻ പോയാലേ 6 മാസമല്ല 1 വർഷം കഴിയാ തിരിച്ചു വരും. അയ്യോ, നിങ്ങളുടെ ഈ നശിച്ച കൂടി നിർത്തിയിട്ട് നിങ്ങൾ ഈ കുടുംബത്തോട്ട് കേറിയാ മതി. ഞാൻ പോവാ. കൊടുവേ മോനെ, പപ്പ പോവാടാ. അമ്മയെ നോക്കിക്കോണേ, ഈ കുടുംബം നോക്കിക്കോണേ. 1.5 വയസ്സുള്ള കൊച്ചുകൾ പറയുക കുടുംബം നോക്കണോന്ന്. ഞാൻ പോവാ. 30 വയസ്സുള്ള നിങ്ങൾ ഈ കുടുംബം നോക്കാറുണ്ടോ മനുഷ്യ? നീ ഞാൻ പോവാണെന്ന്. ബൈ ബൈ. മിണ്ടാതെ, നീ എങ്കിലും ഒരു സമാധാനം താടാ. ആ ഉറങ്ങിക്കിടന്ന പട്ടിയും കൂടെ ഉണർത്തി അങ്ങാര്. അയ്യോ, അതിന് നന്നെങ്കിലും ഉണ്ട്, നിനക്ക് അതും ഇല്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകുന്നു. അത് ശരിയാ. എന്റെ ദൈവമേ, കുഞ്ഞും കിടന്ന് കരയുന്നു. ഒരു സൈഡിൽ പട്ടി, ഒരു സൈഡിൽ കുട്ടി. ഒന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല. പ്രാർത്ഥിക്കും, നല്ലപോലെ പ്രാർത്ഥിക്കും. ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോവാണ്, എന്നെ കാത്തോളണമേ. ഷർട്ട് എടുത്ത് വെക്കുന്ന കാര്യം ഇപ്പഴാ ഞാൻ ഓർത്തത്. എന്റെ വീട്ടുകാരെ എന്തുവാ മാറിയേ? ഷർട്ട് എടുത്ത് വെക്കട്ടെ മനുഷ്യ. എനിക്ക് ഈ ഷർട്ട് ഇഷ്ടമല്ല, ഈ ഷർട്ട് ഞാൻ ഇടത്തില്ല. പെട്ടിക്കകത്തോട്ട് ഷർട്ട് എടുത്ത് വെക്കട്ടെന്ന്. എടി പെട്ടിന്ന് പറയും. പെട്ടി ഇങ്ങോട്ട് താ മനുഷ്യ. പെട്ടിന്ന് പറയും. പെട്ടി ഇങ്ങോട്ട് താ മനുഷ്യ. എന്നോട് പെട്ടിന്ന് വിടാനാ പറഞ്ഞേ. ഈ പെട്ടിക്കകത്തപ്പോ എന്തോ ഉണ്ട്. ഈ പെട്ടിക്കകത്ത് ഷട്ടിയുണ്ട്. എന്റെ ഷട്ടി ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലടി. ഷട്ടി നിങ്ങൾക്ക് ഇടുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിച്ചു. ഞാൻ തുറക്കും, ഞാനത് കൊണ്ടുപോയി. അയ്യോ, പെട്ടിക്കകത്തൊന്നുമില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ എത്ര പറഞ്ഞാലിത് എന്തോന്നാ ഇത്? എന്തുവാ ഇത്? എടീ, 2 ദിവസത്തെ ദൂരയാത്രയാണ്. ഞാൻ ഈ വണ്ടി വായി നോക്കിയിരിക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും വായിലിട്ട് ഞാൻ കുറിക്കണ്ടേ? അതിന് മേടിച്ചു വെച്ചതാ. കുറിക്കണം, നല്ലപോലെ കുറിക്കണം. ഇതെന്തുവാ ഇത്? ആലപ്പടക്കോ? എന്തോന്നാ ഇത്? എടി, നിന്റെ കൂട്ട് വായിക്ക് രുചിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആഹാരം വെച്ച് തരുന്നവരുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി കിട്ടിയാലേ ഈ അച്ചാറ് കൂട്ടി കഴിക്കാമല്ലോ. അച്ചാറും മിച്ചറും ഒക്കെ കുറിക്കും. ഇങ്ങോട്ട് നോക്ക്. എന്തുവാ ഇത്? ഇതെന്തോത്തിനാന്ന് ഞാൻ ചോദിച്ചേ. എനിക്ക് വെള്ളം കുടിക്കണ്ടേ? എടി, എനിക്ക് വെള്ളം കുടിക്കണ്ടേ? അതിന് നിങ്ങൾ പോകുന്ന നാട്ടിലൊന്ന് ഗ്ലാസ് വാങ്ങിക്കാൻ കിട്ടത്തില്ലയോ? അയ്യോ, ഈ രാജ്യത്തല്ലേടി ജീവിക്കുന്നേ. എടി, എന്തെല്ലാം മാരക രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൊറോണ, നിപ്പ, എന്തൊക്കെയാണ്. ഒരാള് കൂച്ച ഗ്ലാസ്, ഞാൻ കൂച്ചത്തില്ല. അയ്യോ, കഴിഞ്ഞ ഓണത്തിന് 1 ലിറ്റർ സാധനം എടുത്തിട്ട് ഇവർ 6 പേരും കൂടെ ആ തെങ്ങും തോട്ടത്തിലിരുന്ന് ഒരൊറ്റ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇട്ട് കടിച്ചു പറിക്കുന്ന ഞാൻ കണ്ടതാ. ഒറ്റ ഗ്ലാസ് നിങ്ങൾ കൂച്ചത്തില്ലല്ലോ. അയ്യോ, എന്റെ ദൈവമേ, എന്തോന്നാ ഇത്? ഇതെന്തോന്നാ ഇത്? എന്തുവാ? ഇതെങ്ങനെ എന്റെ പെട്ടി വന്ന്? പറന്നു വന്നതായിരിക്കും. ഇതെന്തുവാ ഇത്? എടാ, ഇത് പറന്നു വന്നതല്ലടാ. എടാ, ഇത് ഞാനേ ആ പെട്ടിക്കകത്തെടുത്ത് വെച്ചതാ. പോകുന്ന വഴിക്ക് അങ്ങ് കളഞ്ഞാലോ. നമ്മുടെ ഒരു കൊച്ചു ചേർക്കം വീണ്ടും വളർന്നു വരുന്നുണ്ടല്ലോ, വേറെ മൂത്തവൻ. അവനെങ്ങാണ് ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവനെടുത്ത് കുടിച്ച് മുഴുക്കുടിയനായാലോ. ദൈവമേ, നിങ്ങൾ കളയണ്ട. കളയുന്നു മോനെ, ഞാൻ കളഞ്ഞോളാം. കളയുന്നു. എന്റെ അമ്മച്ചിയെ, അമ്മച്ചീന്ന്. അയ്യോ, ഞാൻ പോവാടി. നിങ്ങൾ ഇതല്ല, ഇതിന്റെ അപ്പുറം കാണിക്കുമെന്ന് എനിക്കറിയാം. ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പെട്ടി എടുത്തോണ്ട് ഇതൊക്കെ ഇവിടെ വെയ്. ഇതെല്ലാം ഇവിടെ വെയ്. ആ തുണി പറക്കി ഇതിനകത്ത് വെച്ചിട്ട് പെട്ടി കൊണ്ട് പോവാ. ഞാൻ പോവാടി. ഇതൊക്കെ എന്ത് പാടി? ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് പോകാൻ നോക്ക് മനുഷ്യ. ഞാൻ പോവാ. പോയിറങ്ങി. അയ്യോ, കൃമി, എന്റെ കൂട്ടുകാരൻ കൃമി. എടി, ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോവാന്ന് അറിഞ്ഞിട്ട് അവൻ എന്നെ കാണാന് ചങ്ക് പൊട്ടി കേറി വരുവാടി. കൃമി ബാബു,
അളിയാ ഞാൻ കേട്ടതൊക്കെ സത്യാണോ അളിയാ? അളിയൻ പ്രിയദർശൻ സെന്ററിൽ പോന്ന് പറഞ്ഞ്. അല്ല കള്ളുകൂടിയൊക്കെ നിർത്തി അവിടെ കണ്ട് പോന്ന് പറഞ്ഞ്. അതായിരുന്നു എന്റെ അളിയാ. എങ്ങോട്ടും പോകരുത് എന്റെ ഒറ്റയ്ക്കാക്കിട്ട്. അളി എങ്ങോട്ടും പോകരുത് അളിയാ. ഈ കീടമില്ലെങ്കിൽ ഈ കൃമി ഇല്ലളിയാ. ഈ കൃമി ഇല്ലെങ്കിൽ ഈ കീടവും ഇല്ലളിയാ. കണ്ടോടി അവന്റെ സ്നേഹം കണ്ടോ? എടി ഞങ്ങൾ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നവരല്ല. ഒരു നേരത്തെ ആഹാരം ഞാനവന് മേടിച്ചു കൊടുത്തിട്ടില്ലടി. പക്ഷേ ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എടി 200 രൂപയുടെ ഷെയറിൽ തുടങ്ങിയ ബന്ധമാണ് ഈ ഞങ്ങളുടെ ബന്ധം. ആണോ ഇല്ലല്ലോ മനുഷ്യ. ദേ ഈ ബന്ധവും പറഞ്ഞോണ്ട് ഇവിടെ കാണാൻ നിൽക്കാതെ ഈ പെട്ടി എടുത്തോണ്ട് പോവാൻ നോക്ക് നിങ്ങൾ. ഞാൻ പോവാ. അളിയാ അളിയ എവിടെ പോവാൻ അളിയാ? ഞാൻ പോവാ. അളിയ എങ്ങോട്ടും പോകണ്ടളിയാ. ഞാൻ പെങ്ങളെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. മാറിയ ഈ പറഞ്ഞാൽ കേൾക്കുന്ന നല്ല പെങ്ങളാണെങ്കിൽ പറഞ്ഞു നോക്കണം. തകള 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 തകള. ഞാൻ കുടിച്ചോട്ട് പറയല്ല. അയ്യോ ഇന്നേ വരെ ഒരു കുടിയന്മാരും ഈ ലോകത്ത് പറയാത്ത ഫ്രഷ് കോമഡി പറ. പിന്നെ പെങ്ങളെ ഇവനെ എങ്ങോട്ട് വിടാൻ പോവുക? ഇവനെ എങ്ങോട്ടും വിടണ്ട. ഇവനെ എന്റെ കൂടെ വിട്. ഞാൻ കൊണ്ടുപോയിട്ട് നേരെ ആയിക്കൊണ്ടുവരാം. അയ്യോ ആദ്യം നിങ്ങളൊന്ന് നേരെ നിക്ക്. ദേ നിങ്ങളെ ഞാൻ ഇന്ന് വരെ അണ്ണാനെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ. വേണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങാര് പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കാനാണ് പരിപാടിയെങ്കിൽ വണ്ടി വിട്. ഇറങ്ങി പോവാൻ നോക്ക്. ഞാൻ പോവാ. ആ പോ. നീ എന്നെ ഓടിച്ചു വിടൊന്നും വേണ്ട. എനിക്കറിയാൻ പോവാൻ. ആ പോ. ടോണി ഒരു മിനിറ്റ് നീ ഒന്ന് നില്ലടാ. ഇത് മറികടന്ന് ഇവനെ മറികടന്ന് നിനക്ക് പോവാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പോടാ. ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. റോമൻ സാമ്രാജ്യത്തിലെ പടയാളികളുടെ കുന്നമുനയേക്കാൾ മൂർച്ചയുണ്ട് ഇവിടെ വാക്കിന്. രാജകിങ്കരന്മാരെ ഇവിടെ നാവും നരി. വീട്ടുകാരെ ബൈബിൾ പാഠം കളിക്കുന്നോടാ. പിന്നെ ഇവിടെ കിടന്ന് കാണിക്കുന്നെന്തോ? പിന്നെ ദേ എന്റെ നാവെല്ലാം കൂടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. നാവ് അരിയണോ എന്ന് പറഞ്ഞു. ദേ മനുഷ്യ ഈ കുടിയന്റെ വാക്കും കേട്ടോണ്ട് നിങ്ങൾ ഈ കുപ്പിയിലെങ്ങാനും തൊട്ട തൊടുവോ? എന്റെ കൂട്ടുകാരനാണ് ഈ കുപ്പിയിൽ തൊടുകൂടി തൊടും. തൊടുവോ? തൊടും. തൊടും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം. ഞാനും കുടിക്കണം നീയും കുടിക്കണം. എന്തൊരു ഭ്രാന്താണ് നീ കാണിച്ചത്? എന്താണ് എടുത്ത് കളഞ്ഞത്? എടാ ഞാനെങ്കിലും കുടിക്കത്തില്ല. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസക്ക് മേടിച്ചിട്ടുണ്ട് സാധനോടാ. ഇനി ഒരു രാത്രി അടിക്കാൻ സാധനവും ഇല്ല കറണ്ടും ഇല്ല. നീ എന്റെ കൂട്ടുകാരനായത് കൊണ്ട് മാത്രം നിന്നെ ഞാനൊന്നും പറഞ്ഞേക്കാം. ഇനി ഞാൻ ഇവിടെ പോടാ. അവൻ പോയി. എല്ലാം പോട്ടെ. ഞാൻ പോവാടി. അതെ നിങ്ങളൊന്ന് നിന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഡി അഡിക്ഷൻ സെന്ററിലൊന്നും പോവണ്ട. എന്താ? അതെ ഈ ഒരു കുപ്പി പൊട്ടിച്ച് കളയാൻ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഈ വീട്ടിൽ നിന്നോണ്ട് തന്നെ നിങ്ങളുടെ കുടി നിർത്താനും പറ്റും. അതെനിക്ക് ഉറപ്പാ. ചേട്ടന് സന്തോഷമായോ? ചേട്ടന് സന്തോഷമായോ? വേറെ സാധനം കിട്ടിയിടാ. നമുക്ക് അടിക്കാടാ. പോടാ കൃമി. കിടിലം. ഈ കൈഡി പോരല്ലോ, നല്ല കൈഡി വേണ്ടേ? അവരോരോരുത്തരും പറയുമായിരുന്നു ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട് കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരും കിടിലം ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവും നല്ല മനോഹരമായിട്ട് നമുക്കൊന്നും മാറ്റി വെക്കാനായിട്ടുള്ളതൊന്നും അതിൽ കണ്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത്ര ചിരിച്ചോണ്ടാണ് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്നത്. കാര്യം മാറ്റർ അതാണ്, സബ്ജക്റ്റ് അതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് അത്. ആ 3 സാധനങ്ങളൊന്ന് തേപ്പ് വെട്ടി, ഒന്ന് ചൂടുവെള്ളം, കൊച്ചിൻ്റെ സ്നാഗി, 3 അവിടെ നിന്നേ തുടങ്ങി. ഗംഭീരമായിരുന്നു, അടിപൊളി. 3 പേരും കേട്ടോ. 3 പേരും നമ്മുടെ കുടിയനും ഒക്കെ എല്ലാവരും നന്നായിരുന്നു. അടിപൊളി, സൂപ്പർ. ഈ 3 പേർക്കും 3 എൻട്രി ആയിരുന്നു. ആദ്യം ഒരാൾ വന്ന് കുറച്ച് നേരം പെർഫോം ചെയ്തിട്ടാണ് അടുത്ത ആൾ വന്നത്. പക്ഷേ ഈ 3 പേരും കട്ടക്ക് കട്ടായിരുന്നിട്ടാ. വൈഫ് അതിഗംഭീരമായിരുന്നു. സഭ കുടിച്ചിട്ടുണ്ടാ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ടോട്ടലി പൊളിയായിരുന്നു കേട്ടോ. ബാക്കി പ്രചോദം പറയും. താങ്ക് യു ചേട്ടാ. എന്തൊരു ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. ഒരു രക്ഷയില്ലാത്ത കിടിലം പെർഫോമൻസ് ആയിരുന്നു. അനീഷിനൊരു എൻട്രി ഉണ്ട് അവിടെ.
ആ ഒരു സാധനം തൊട്ട് സാധനം ഹുക്ക് ചെയ്തു. ആ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ കുടി നിർത്താൻ പോവുകയാണ്, ഡീഹൈഡ്രേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. അത് തൊട്ടൊരു മാനറിസം പിടിച്ചിട്ട് പിന്നെ ബാക്കി വന്ന പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ. ഒരു സെക്കൻഡ് പോലും ലാഗ് ചെയ്യുന്നില്ല. സാബു നിങ്ങളുടെ ഒരു അസാധ്യ ആർട്ടിസ്റ്റാണ് കേട്ടോ, അസാധ്യ ആർട്ടിസ്റ്റാണ്. സൂര്യ നിങ്ങൾ അറമാദിക്കായിരുന്നു കേട്ടോ. നിങ്ങൾ ഭയങ്കര കോമ്പിനേഷനാണ്. അനീഷ് എത്ര വർഷം ഇടയ്ക്കെന്തോ മാറി വന്നില്ലേ അനീഷ്? ഒരു 10 വർഷക്കാലം ഫീൽഡ് വിട്ടത്. എന്തിനാ നിങ്ങൾ ഈ ഫീൽഡിലൊക്കെ വിട്ടു പോകുന്നത്? എന്തായിരുന്നു കാര്യം? വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് അമ്മയ്ക്കൊക്കെ സുഖമില്ലാതായി. അമ്മയ്ക്ക് തലച്ചോറ് ദ്രവിക്കുന്ന അസുഖമായിരുന്നു. അയ്യോ. അമ്മയുടെ കൂടെ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ശ്രീത്രയിലും ഒക്കെ ഞാനാ കൂടെ നിന്നേ. അങ്ങനെ 10 വർഷത്തോളം അമ്മ മരിച്ചുപോയി. അല്ല അനീഷ്, ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയട്ടെ. കാര്യം നിങ്ങൾക്ക് സിനിമയിൽ ഒരു ഭയങ്കര ലൈഫുള്ള ആളാണ് കേട്ടോ. സിനിമ നിങ്ങളെ തേടിയെത്തും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം നിങ്ങളുടെ ഒരു പ്ലേ ഭയങ്കരമാണ്. നിങ്ങൾക്ക് അടുത്ത എൻട്രി കിട്ടട്ടെ. കാര്യം നിങ്ങളിനി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അപ്പൊ കൈയോടെ മാർക്ക് ഇങ്ങോട്ട് തരിക അല്ലേ? വേറൊരു കാര്യം കൂടി ഞാനത്, ഇതൊരു ശരിക്കും പറഞ്ഞൊരു മെസ്സേജും കൂടിയാണത്. ഇത് ഒരുപാട് മെസ്സേജ് ഉണ്ട്. നമ്മൾ നിർത്തണമെന്ന് വിചാരിച്ചാലും ചില കീടങ്ങൾ ഒന്നുമില്ലേ 200 രൂപ ഷെയറിൽ തുടങ്ങി ബന്ധമല്ലേ? അപ്പൊ ഷെയർ ഇടാ അല്ല പിന്നെ എന്റെ ഷെയർ തന്നെ ആദ്യം ഇട്ടേക്കാം. ഞാനൊരു 15 രൂപ ഷെയർ ഇട്ടേ. 15,000 രൂപ ഏറ്റവും കുറഞ്ഞ വാങ്ങിച്ചാൽ മതിയേ. ഇല്ല 15,000 രൂപ നല്ല സാധനമായിരിക്കും. അടുത്ത ആരും ഷെയർ ഇടാൻ? ഞാൻ അങ്ങനെ സ്കോച്ച് മേടിക്കാം 16 രൂപ ഇട്ട്. ടോട്ടൽ 31,000 രൂപ ആയിട്ടുണ്ട്. സാധനം കൂടിയിട്ടത് ചുകട ചേട്ടാ. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ എമൗണ്ട് ഇങ്ങോട്ട് കൊടുത്തു. വരുന്നേ പൊടിച്ചോ. അടിപൊളി അടിപൊളി. നമ്മുടെ ഫ്ലോറിലെ നമ്മുടെ ഇത് ആഴ്ച വേറെയിലെ അടുത്ത സിൽവർ ബഡ്സ്. നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് ഉഷാറായിട്ട് വന്ന് ഞങ്ങളെ കുറെ കൂടെ ചിരിപ്പിക്കാൻ പറ്റട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരും. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റിന്റെ ടീമിനെ വിളിക്കട്ടെ. യെസ്, ലെറ്റ്സ് വെൽക്കം കൊച്ചു പ്രതിഭേട്ടൻ, ദീപു ആൻഡ് സുധീഷ്. എറിഞ്ഞല്ല പിന്നെ അതെന്റെ നമ്മളെ ഏരിയയിൽ സ്നേഹം ഉണ്ടോ? സൂപ്പർ. നമ്മുടെ പയ്യന്മാര് വേറെ ലെവലാണ്. ലെവലാട്ടാ. എടാ എന്റെ പൊന്നു എന്നെ ഇഷ്ടപ്പെടുവോളിയാ? എടാ നീ സൂപ്പറാടാ. നീ കിടക്കടാ, മഞ്ഞ പാന്റ് കിടക്കടാ, സൂപ്പറാ. പിന്നെ നിനക്കറിയാലോ മാളു എന്നെ ചതിച്ചിട്ട് പോയി. അതുകൊണ്ട് അവിടെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെയാണ് ഞാൻ പൊന്നിനെ ഇൻസ്റ്റാഗ്രാം വഴി സെറ്റ് ആക്കിയത്. അവളെയും കൊണ്ട് ഞാൻ എവിടെ ഒളിച്ചോടി പോകൂടാ? എടാ കണ്ണാപ്പികളെ നോക്കാത്ത പെണ്ണുങ്ങൾ ഈ കേരളത്തിൽ ഇല്ലടാ. അതുകൊണ്ട് ഇവളെ കൊണ്ട് ഞാൻ ഇവിടെ പോകൂടാ. എടാ നീ പേടിക്കാൻ നില്ലടാ. നിന്റെ പൊന്നു വന്നു കഴിഞ്ഞാൽ പൊന്നിനെ കൊണ്ട് നേരെ നമ്മൾ ബോംബെക്ക് പോകുന്നു. ആ ബോംബെയിലാണുണ്ടോ? ബോംബെ എത്ര അടച്ചു പൂട്ടിയിട്ടേക്കണം. അതല്ല, നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാന്ന്? ഉണ്ട്. ആരുണ്ട്? എന്റെ സ്വന്തക്കാര് മൊത്തം ബോംബെയിലല്ലടാ. അത് മതി അത് മതി. പക്ഷെ വേറൊരു കാര്യമില്ല, ഈ പൊന്നുവിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാലേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂലടാ. എടാ നീ എന്നെ അങ്ങനെ കാണണം. നീ അങ്ങനെ എന്നെ കാണണം. എന്ത്? എടാ കണ്ണാപ്പി, എടാ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ കാണൂലേ? എടാ എനിക്ക് ധാരാളം സമ്പത്തുണ്ടാ. നിനക്ക് എന്തോ സമ്പത്താ ഉള്ളത്? എന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. എന്റെ വീട്ടിൽ 5 പ്രാവുണ്ട്. ലവ് ബേർഡ്സ് ഉണ്ട്. ടാങ്കില് ഗപ്പിയും സാരിയും കിടപ്പുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മ തൊഴിലുറപ്പം കഴിഞ്ഞ് വരുമ്പോ പാപം മേടിച്ചുകൊണ്ട് വരും. കള്ളച്ചോറ് നിന്നോണ്ടിരിക്കുന്ന ഞാൻ ആരടാ? എനിക്ക് അത് മതിയടാ പട്ടി. പന്നി പട്ടിന്നല്ല, അത് മതിയടാ ബഡ്ഡി. അളിയാ, പക്ഷെ ഞാൻ ഈ പൊന്നൂനെ കൊണ്ടുവന്നാലേ അവിടെ ആങ്ങളമാരെങ്ങനെ എന്നെ വന്ന് ഇടിക്കൂടാ? എനിക്കൊരു ട്രെയിൻ കിട്ടോ ഓടിക്കാൻ? നിനക്ക് എന്താ ചിണ്ടാപ്പി? എന്റെ കണ്ണാപ്പിയെ തൊട്ടാ ഒരു ചെറിയ പ്ലെയിൻ കിട്ടോ? ട്രെയിൻ എന്തിനാ? ചിറകുടിക്കുന്ന അവിടെ കിടക്കണം. എന്റെ പൊന്നെ ചിണ്ടാപ്പി, നിനക്ക് എന്താ ചിണ്ടാപ്പി? നിനക്ക് വണ്ടിയറാ കൊച്ചിക്ക്. എന്തിനാ? മെട്രോപ്പിൽ ഇടിച്ച് തകർക്കുക. ചിണ്ടാപ്പി അടങ്ങടാ. എന്താ ചിണ്ടാപ്പി? വലിച്ചടാ.
നമ്മളറിയാതെ എവിടെന്നോ എടുത്തു വരിച്ചേടാ. നീ എന്താ ഈ കാണിക്കണത്? എടാ ഞാൻ എന്തായാലും പൊന്നുമായിട്ട് അങ്ങ് പോവും. പിന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവും. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആത്മഹത്യ ചെയ്യണ്ട. നിനക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈൻ അടിച്ച പോലെ നീ ഒരു പെണ്ണിനെ അങ്ങ് ലൈൻ അടിതാ. എനിക്ക് പറ്റില്ല, അതിനുള്ള ബുദ്ധി എനിക്കില്ല. ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വളയ്ക്കാനാണ് എളുപ്പം. കൈ കയറിയിരിക്കല്ലേ? അതായത് അവരുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ എടുക്കുന്നു, നിരന്തരം മെസ്സേജ് അയക്കുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, സുഖമാണോ? ഇവളുമാര് മെസ്സേജ് തിരിച്ചയക്കൂല. ഒരു മാസം കഴിയുമ്പോ വിചാരിക്കും ഏത് വരുന്ന നാണം കെട്ട് അയക്കുന്നല്ലോ. അപ്പൊ അവളുമാര് തിരിച്ചയക്കും 2A. സുഖമാണോന്ന് എന്റെ മറുപടിയാ. നീ ആ A കയറി പിടിക്കണം. ആ A പിടിക്കാൻ അറിയാമോ? ഞാൻ 7 ആളാ. ആണല്ലേ? അത് മതി, നിനക്ക് പെണ്ണ് സെറ്റാവും. മതിടാ. നിനക്ക് എന്റെ പൊന്നൂനെ കാണണ്ടേടാ. എനിക്ക് കാണണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ച എന്റെ പൊന്നു നോക്കട്ടാ. കുന്നിക്കുരു കണ്ണവൾക്ക് നോക്കണ നോട്ടം കണ്ട. എടാ എന്തോ അല്ലേ, പൊന്നു വരും. പൊന്നുനെ ഒന്ന് എനിക്ക് ഇംപ്രസ് ചെയ്യണം. ഇംപ്രസ് ചെയ്യണം. പല്ലിയൊക്കെയാണ് വരുന്നത്. ബ്രഷ് വേണമെന്ന് പറഞ്ഞു. ബ്രഷ് ഇല്ല, ഇംപ്രസ്. മറ്റേ ഇതിന് അതിന് കിടക്കൊരു സംഭവം ഉണ്ട്. എന്താ? പെണ്ണുങ്ങൾ പെട്ടെന്ന് കോമഡിയിൽ വീഴും. കോമഡി വീഴുവോ? പിന്നെ എനിക്ക് കോമഡി അറിയത്തില്ലല്ലോ. കോമഡി എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. സംഭവം വേറൊന്നുമില്ല. കായ് തുടങ്ങി അപ്പിയിൽ അവസാനിക്കുന്ന ഒരു പേര് പറഞ്ഞാൽ മതി. കായ് തുടങ്ങി അപ്പി അവസാനിക്കുന്ന പേരാ? നീ എന്തോന്ന്? കണ്ണാപ്പി. അളിച്ച കോമഡി ചെബുക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ അവക്ക് വല്ലതും മേടിക്കാൻ പോവാ. ഇഷ്ടപ്പെട്ടൊരു കാര്യം മേടിച്ചോ. തിയേറ്ററിൽ കിട്ടുന്ന പൊരി മേടിച്ചോ. യു മീൻ പോപ്കോൺ? അറിയത്തില്ലല്ലേ? കിട്ടില്ല, അതാ. എനിക്ക് മനസ്സിലായത്. കണ്ണാപ്പി, കണ്ണാപ്പി. കണ്ണാപ്പി. സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ പോകണം. പാർക്കിൽ ഒറ്റയ്ക്ക് വരരുത്. രക്ഷകർത്താക്കളും ഒത്തു മാത്രമേ വരാവൂ. വീട്ടിൽ പോ. അടിച്ചു വീട്ടിൽ പോടാന്നാ. അങ്കിൾ വിളി. അങ്കിളാ? പിന്നെ വയസ്സിന് മൂത്തര അങ്കിൾ തന്നെ വിളിക്കാനുള്ള. എടാ എന്റെ നല്ല പ്രായത്തിൽ നോക്കിയായിരുന്നെങ്കിൽ നിന്നെക്കായും വലിയ മക്കൾ എനിക്കുണ്ടായാനെ. അക്കച്ചിയാണ്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്താ സംഭവം? എന്താണ്? കണ്ണാപ്പി വേണം. കടുങ്കാപ്പി വേണമെങ്കിൽ കടുങ്കാപ്പി ഇല്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ട എന്റെ കണ്ണാപ്പിയുടെ പൊന്നുമാണ് ഞാൻ. പൊന്നു പൊന്നു പൊന്നു. കണ്ണാപ്പി അവിടെ. കണ്ണാപ്പി അവിടെ. കണ്ണാപ്പി പിന്നെ വരും. ഞങ്ങൾക്ക് ബോംബെക്ക് പോണെന്ന്. ബോംബെക്ക്. അല്ല, പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ അവന് വേറൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇവിടെ വിഷയം വേറെ ഒന്നുമല്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ മറ്റേ ഇവര് വരും. സദാനന്ദ പോലീസ് വരും. ഇവിടെ ഈ സാധാരണ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചിരുന്ന് ആക്രമിക്കുന്ന. എടാ അത് സദാചാര പോലീസ്. അത് തന്നെ. അത് ഈ ഏരിയയിൽ വരൂല. പിന്നെ അവിടെ കുറ്റിക്കാട് കണ്ടോ? അവിടെ വെള്ളം മറിച്ചിട്ടേക്കണോ? അതിന്റെ അടിയിലാണ് വന്നത്. എന്നെ അടിയാവന്മാരടിക്കണമെന്ന് അറിയാം. അപ്പൊ ഓഡീഷൻ ഒന്നല്ല, കംപ്ലീറ്റ് ആക്ടറാണ്. കണ്ണാപ്പി അവിടെ. കണ്ണാപ്പി അവിടെ. കണ്ണാപ്പി വരും വരും വരും. അടങ്ങി ഒതുങ്ങി അവിടെ ചെറുക്കതിന് ഒരു കാര്യം ചെയ്യാം. കണ്ണാപ്പിക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്താലാ? നിങ്ങൾ എന്നെ അവനൊരു സർപ്രൈസ് ആണ്. ചെറുക്കൻ്റെ അടുത്ത് ഞാൻ എന്തായാലും പറയും. എന്റെ മക്കൾ ഇപ്പൊ പോണ്ട. എന്റെ പൊന്നിനെ ഞാൻ കാണട്ടെ. വേണ്ട, എന്റെ പൊന്നിനെ ഒന്ന് കാണിക്കാം. മാമിയെ ഒന്ന് കാണിക്കാം. അവസാനമായിട്ട് ഞാൻ പൊന്നിനെ ഒന്ന് കാണട്ടോ. മക്കൾ കാണണ്ട. ഇന്നലെ കൂടെ കണ്ടാണോ മാമി പൊന്നിനെ ഞാൻ കണ്ടോ? കാണു പോ. കണ്ണാപ്പി. ആര്? എടാ നിന്റെ പൊന്നുവാടാ ഞാൻ. പൊന്നു. ഈ പൊന്നൂനെയാണോ ഞാൻ ഉറക്കുളച്ച് വീഡിയോ കോൾ വിളിക്കണത്? അതേടാ കള്ള. അയ്യോ എനിക്കിതിനെ വേണ്ട. എനിക്കിതിനെ വേണ്ട. എന്താടാ ഒരു കുഴപ്പം? നല്ലൊരു കൊച്ചല്ലേടാ. നല്ല കൊച്ചൊക്കെ തന്നെ. നല്ല പ്രായം ഉണ്ടോ ഇതിന്? എനിക്ക് പ്രായമുള്ളവരെ ഞാൻ എങ്ങനെ കെട്ടു? നീലി പറഞ്ഞ വീഡിയോ കോളിൽ കണ്ടെന്ന് അപ്പൊ നീ കണ്ടില്ലായിരുന്നു ഈ മുഖം? അതെങ്ങനെ? ഇരുട്ടത്ത് പുതപ്പ് മൂടി താണ്ട കണ്ണ് മാത്രമേ കാണൂ. പ്രായം അറിയാൻ പറ്റൂല. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോവാ. ബോംബെക്ക് പോവാ. അതിന് പൊക്കോളാമായിരിക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ അങ്ങ് തിരിച്ചയക്കാമോ? എടാ തിരിച്ചയക്കാനായിട്ട് നീ ആമസോണിൽ ഓർഡർ ചെയ്ത കൊറിയർ അല്ല ഞാൻ. നീ വിളിച്ചിട്ട് വന്നത്.
ഞാൻ നിന്നെ കൊണ്ടേ പോകൂ കണ്ണാപ്പി. ഞാൻ പറയാൻ നല്ല പ്രായമുണ്ട്, നമ്മൾ സെറ്റ് ആവൂലെന്ന്. തെറ്റാവത്തില്ലേ? തെറ്റാവും. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കണ്ണാപ്പി, നീ വേണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അവൻ പറയണത്. ഒരു കാര്യം ചെയ്യ്, മാമിയുടെ വീട്ടിൽ പോ. പ്രായമൊന്നും ഒരു വിഷയമല്ല എന്റെ കണ്ണാപ്പി. സച്ചിൻ ടെണ്ടുൽക്കർ കെട്ടിയേക്കണത് പ്രായമുള്ള ഒരു ചേച്ചീനല്ലേ? ആണ്. അഭിഷേക് ബച്ചൻ കെട്ടിയേക്കണത് അവരെക്കാളും പ്രായമുള്ള ഒരു ചേച്ചീനല്ലേ? ആണ്. ഇന്നത്തെ കാലത്ത് പ്രായമൊന്നും ഒരു വിഷയമല്ലെന്ന് ഇതൊക്കെ അറിയാല്ലയോ? ഇങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി 2 പേര് ഞാൻ പഠിച്ചു വച്ചേക്കുമല്ലേ. അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കും ആശാട്ടി. ഇതാണെന്നറിയാമോ? ആര്? ചിണ്ടാപ്പി. ഭയങ്കര കുരുവായി കണ്ട ഞാൻ പറഞ്ഞത്. പറഞ്ഞില്ലേ നീ ആവശ്യമില്ലാത്ത ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ സാധനം കാണാൻ അറിയാൻ പറ്റൂല. നീ എങ്ങനെയാലും ഇതിനെ ഒന്ന് ഒഴിവാക്കണം. ഒഴിവാക്കി തരാം. അതുകൊണ്ടോ കത്തിയൊക്കെ കൊണ്ട് കൊല്ലാനുള്ളവരൊക്കെ തോന്നല്ലേ. ഇത് മുറുക്കാൻ ടീമടെ ഒന്ന് മുറുക്കാടാ കള്ള വാടാ. നീ വരി. മുറുക്കാൻ എനിക്ക് കൂടെ തരി. നീ മുറുക്കൂടാ. പിന്നെ ഞാൻ മുറുക്കന്റെ ആളല്ലേ. പിന്നെ നീ തകർക്കുന്ന ഞാൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ 2 പെഗ് അടിക്കും, അതുപോലെ മുറുക്കാൻ തിന്നും. അതിനുള്ള വിഷയങ്ങളൊന്നുമില്ല. അധികം തരരുത്, തലകറങ്ങുവേ. ഒന്നും വേണ്ട. പിന്നെ ആ ചെറുക്കൻ ആ ശീലങ്ങളൊന്നുമില്ല. അവനില്ല. അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഒന്നും ഒരു പരിപാടി അവനില്ല. നിനക്ക് എല്ലാ ശീലമുണ്ട്. പിന്നല്ലേ നമ്മളല്ലേ ഒരേ വൈബ്. വീടെവിടാ? കയറി അങ്ങ് വരെയാണല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ നീ നിന്റെ കൂടെ നീ എന്നെ നിന്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ ചാറ്റ് മൊത്തം എന്റെ കയ്യിലുണ്ട്. സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ നാറ്റിക്കും. എന്റെ ഫോണിലുണ്ടാ. ആ ഫോൺ അടിച്ചു പൊട്ടിച്ചാ തീരാന്ന് വിഷയല്ലേ ഉള്ളു. അങ്ങനെ തീരൂല. ഇതെല്ലാം കൂടി 24 ശ്രീകണ്ഠൻ നായർ സാറിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ കാലത്ത് തന്നെ പുള്ളി കൊടുക്കും. നമസ്കാരം. അളിയാ എന്റെ കണ്ണാപ്പി അതിൽ വിട്ട് നീ എന്തെങ്കിലും ന്യൂസിൽ പോകും. ഞാൻ ഭയങ്കരമായിട്ട് തോന്നിയാസേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു അടവെടുക്കാം. എന്തോ നിനക്കൊരു മാറാ രോഗം ഉണ്ടെന്ന് പറയുന്നു. കിടുക്ക് ഏഴ്സ് ആണെന്ന് പറയട്ടെ. അങ്ങനെയൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും പറ. വേറെ എന്ന് പറഞ്ഞാൽ നിനക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്ന് പറയാം. അത് പറയാം. അത് നല്ലതാണ്. അവിടെ മുറുക്ക് തുടങ്ങി. അമ്മച്ചി, പൊന്നൂച്ചി, പൊന്നു ചേച്ചി, അതായത് എനിക്ക് കെട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എന്റെ പൊന്നിന്. എനിക്ക് കൊച്ചുങ്ങളുണ്ടാവൂല. എന്തിനാ കണ്ണാപ്പി നീ വിഷമിക്കണത്? എന്നെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് കൊച്ചിന് കൊച്ചുമായി, ഭാര്യക്ക് ഭാര്യയായി, അമ്മൂമ്മയായി. പോടാ. എന്നെ നീ എന്തായാലും ബോംബെക്ക് കൊണ്ടുപോകണം മോനെ, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല. ഞാൻ പറയണ എനിക്ക് നിങ്ങളെ വേണ്ട. നീ പ്രായമാണെന്നോ അല്ല, നീ എന്തായാലും ഒന്ന് പറയണേ. ഒരു കാര്യം എന്നെ കെട്ടാനാണെങ്കിൽ പൈസ പോലും ഇല്ല. മക്കളെ ഇവിടെ അടുത്ത ATM ഉണ്ടോടാ? എടാ പൈസ ടീമടാ. പിന്നെ അതിനല്ലത് പഞ്ചായത്തിന്റെ പെൻഷൻ വന്ന് കാണും. ഇതിലൊക്കെ തീറ്റി പോട്ടിണ്ടേ നമുക്ക്. അപ്പൊ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. നേരെ എഴുതിക്കോ, കാർത്തിക 27 വയസ്സ്. അത് അങ്ങനെ ആയിരിക്കൂല. കാർത്തികായനി 72 വയസ്സായിരിക്കും. എടാ ഞാൻ എന്റെ കൊച്ചുമോളുടെ വയസ്സാണ് പറഞ്ഞത്. കൊച്ചുമോളുടെ വയസ്സ് എന്തിനാ ഇവിടെ പറയണത്? എടാ പ്രാന്ത, ഇത്രയും നാള് നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഞാനല്ല, എന്റെ കൊച്ചുമോളാ. അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എടാ നീ നല്ലവനാണോ പന്നനാണോ എന്നറിയാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞയച്ചതല്ലേ? ആണല്ലേ? അപ്പൊ എന്തോ മനസ്സിലായി എന്നെ കുറിച്ച്? എന്റെ കൊച്ചിനെ പറ്റിയ ചടക്കം തന്നെ നീ നല്ലവൻ. നീ വെറും പല്ലൻ. പോടാ. അപ്പൊ നമുക്ക് അങ്ങ് വീട്ടിലോട്ട് പോയാലോ? വീട്ടിലേക്ക് പോവാം. എത്ര ചെറുമക്കളുണ്ട്? 2 പേര്. അപ്പൊ എനിക്കും സെറ്റ്. വീട്ടിലോട്ട് പോവാ. അയ്യോ എന്റെ മുറുക്കാന്. നിങ്ങൾക്ക് നല്ല മധുര പുറുക്കാൻ ഞാൻ മേടിച്ചു തരും. വീടല്ല പോടാ. കണ്ണാപ്പിക്ക് അമ്മൂമ്മയ്ക്ക് നല്ലൊരു കാര്യം കേട്ടോ. വിജുകേട്ട ചേട്ടാ, ഹലോ, എങ്ങനെയുണ്ട് കണ്ണാപ്പി ഫാമിലി? അയ്യോ ഒരു രക്ഷയില്ലട്ടാ, തകർത്ത് കളഞ്ഞ്. സുധീഷേ, പ്രദീപ്, ദീപു പൊളിച്ച്. അല്ല, സാധാരണ ഇങ്ങനെ വരുന്ന ആളുകള് ശരിക്കും പറഞ്ഞാൽ ഈ ഗെറ്റപ്പ് ഇതായിരിക്കുള്ളൂ. കാരണം സ്പൈക്ക് ചെയ്ത മുടി, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രൈറ്റ് ചെയ്ത മുടി, ഇതുപോലത്തെ ഇതുപോലത്തെ കോസ്റ്റ്യൂം. കാരണം അട്രാക്റ്റീവാണ്, അട്രാക്ഷൻ ചെയ്യണമല്ലോ, അതിനുള്ള പാൻറ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ വന്നു പറഞ്ഞ തന്നെ കിടിലം കുറെ ആക്ഷൻ ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഇവർ ഈ 2 പേരുണ്ടെങ്കിൽ ആത്മാർത്ഥത കൂടുതലായിരിക്കും ഇരിക്കും. അത് കറക്റ്റായിട്ട് ദീപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടെ നിൽക്കുന്ന ചങ്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അത് ഞാൻ സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു കൂട്ടുകാരെ കണ്ടിട്ടില്ല കേട്ടോ. അത് ഭയങ്കരമാണ്. 3 പേരുടെയും ഭാഗങ്ങൾ 3 പേരും നല്ല കൃത്യമായിട്ട് ചെയ്ത് ഭയങ്കര ലൈഫായിരുന്നു കളി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആദ്യം തന്നെ 3 പേരുടെ എനർജിക്ക് ഒരു ഉഗ്രം ഗൈഡ് തന്നെ കേട്ടോ.
എൻ്റെ പൊന്ന ദീപുവിൻ്റെ എനർജി ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം എന്നറിയോ, ആ ഒരു സാധനം പിടിച്ച് ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ദീപുവിൻ്റെ ഒരു പരിപാടി, കാര്യം ഒരു മരണക്കളി എന്ന് പറയും. കാര്യം അതായത് 3 പേര് നിങ്ങൾ എനിക്കൊന്ന് ഈ ടീം ഫസ്റ്റ് ആണോ അല്ലേ 3 പേര്. അത് സുധീഷ് നല്ല ആർട്ടിസ്റ്റാണ്, പ്രദീപ് നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ ദീപും കൂടെ കയറിയപ്പോൾ അതിൻ്റെ ഒരു, അതായത് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു സാധനം ഏറ്റെടുത്തിട്ട് ദീപു അറിഞ്ഞു കളിച്ചു കേട്ടോ. അതിൻ്റെ സ്റ്റൈല് കൊള്ളാം, നിങ്ങളുടെ കോസ്റ്റ്യൂം കൊള്ളായിരുന്നു. പിന്നെ നിങ്ങൾ 3 പേര് മത്സരിച്ച കൗണ്ടർ പറഞ്ഞ് കളിച്ച് അതിൻ്റെ ടൈമിങ് ഭയങ്കര രസമായിരുന്നു. അതുപോലെ പ്രദീപാണെങ്കിൽ പോലും ഓരോ കൗണ്ടറുകളും കറക്റ്റ് മീറ്ററിൽ നിന്ന് അലക്കുമായിരുന്നു കേട്ടോ. നിന്ന് അലക്കുക എന്ന് പറഞ്ഞാൽ ഉഗ്രൻ ടീം, അടിപൊളി. താങ്ക് യു ചേട്ടാ. അടിപൊളിയായിരുന്നു. ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. സംഭവം പഴയ വീഞ്ഞാണ്, പുതിയ കുപ്പിയിൽ വന്നെങ്കിലും പക്ഷെ വേറൊരു ജനറേഷനിലേക്ക് നിങ്ങളത് മാറ്റിയെടുത്തു. നന്നായിരുന്നു. 3 പേരും നല്ല പവറായിട്ട് നിന്ന് എൻ്റെ വരെയും ചിരിപ്പിച്ചു. വെരി ഗുഡ്. താങ്ക് യു നസീർക്ക. ഓക്കെ, ആദ്യത്തെ മാർക്ക് ആരാ തരുന്നത്? ശരി, ഞാൻ കൊടുക്കാം. പ്രജേട്ടാ ഞാൻ ഒരു 10 മാർക്ക് കൊടുക്കും. 10,000 രൂപ. രണ്ടാമത് ഞാൻ കൊടുക്കാം. ഞാൻ കുറക്കണില്ല, 10. ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക കലത്തിൽ കുറെ കോസ്റ്റ്യൂം വാങ്ങിക്കോളാം. ഒരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാക്കി പൈസ അതാ കിടക്കും. 50,000 രൂപ. ഓക്കെ, അപ്പം അടുത്ത പരിപാടിക്ക് കാണാം. അത് കേട്ടാ, താങ്ക് യു കേട്ടോ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കാൻ സമയമായി. വിളിക്കട്ടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം സജി ചേട്ടൻ, പ്രസാദ് ചേട്ടൻ, നജി ചേട്ടൻ. രമേശല്ല, ഊണുമേശ. എടാ സന്തോഷമായിട്ട് വർത്താനം പറയാൻ പറ്റും, നമ്മുടെ ചെവിക്കകത്ത് ആപ്പടിച്ച് വെച്ചേക്കുന്നോ? എടാ രമേശോ, എന്തോ നന്മകളേറും നാടുണര്, മഞ്ഞല ചൂടും നേടുണര്, പ്രിയനായി മാറി നാടിൻ മാനസത്തിൽ വാഴും. സത്യം പറഞ്ഞ ഓരോ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന രമേശ. എടാ ഓരോരുത്തർ നിന്നെ കുറിച്ച് പറയുന്നത് നീ വെറുതെ അധ്വാനിക്കത്തില്ല, നീ അമ്മാവന്റെ തലയിൽ വീട്ടിൽ ഇരുന്ന് തിന്നുവാന്നാ. സത്യം പറഞ്ഞ നേരിട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒന്നാം തരം കൃഷിക്കാരനാന്ന്. ഇത് കൃഷിയൊന്നുമല്ല. നീ പറഞ്ഞ അമ്മാവനില്ലേ, അതിനൊന്ന് കുഴിച്ചു മൂടാൻ പറ്റുമോ അറിയാൻ വേണ്ടി ഒരു ചെറിയ കുഴി കുടിക്കാൻ പോയതാ ഞാൻ. അമ്മാവന് കുഴിയെടുക്കാനോ? പിന്നെ എടാ, ഞാൻ കല്യാണം കഴിച്ച് കയറി വീട്ടിൽ വന്നിട്ട് 16 വർഷമായി. എനിക്ക് തരേണ്ടതൊന്നും പുള്ളി തന്നിട്ടില്ല. മനസ്സിലായോ? നിനക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് പിള്ളേരില്ലല്ലോ. അപ്പൊ അവര് തരാനുള്ള നിനക്ക് തന്നതുമില്ല, നീ കൊടുക്കാനുള്ള നീ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് എത്ര പിള്ളേരുണ്ട്? 8 പിള്ളേര്. 8 എണ്ണോ? പിന്നെ ദേഷ്യം വരത്തില്ലേ? എടാ നിന്റെ അമ്മാവന് ബമ്പറടിച്ചടാ. അയാളെ മെമ്പർ മാത്രമല്ല, ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് ആൾക്കാരും അടിക്കും. അതുപോലത്തെ വൃത്തികെട്ട സ്വഭാവം അയാളുടെ കയ്യിലുള്ളത്. ഞാൻ കളിക്കുന്നിടത്തല്ല ഇവൻ ചേന നടന്നത്. എടാ അതല്ലെന്ന്. എടാ നിന്റെ അമ്മാവൻ എന്റെ അന്ന് ലോട്ടറി എടുത്ത്, ആ ലോട്ടറിക്ക് 25 കോടി നിന്റെ അമ്മാവൻ അടിച്ചെന്നോ? അത്രേ ഉള്ളൂ. ഭഗവാന് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മാവന് കുടിച്ച കൂടി ഇവനെ തെളിയിടേണ്ടി വരുമോ? രമേശ, രമേശ, നോട്ട് രമേശൻ, കോൾ മീ രമേശൻ സാർ. കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ആ കിളവൻ 25 കോടി രൂപ കുഴി വെട്ടിക്കൊണ്ടിരുന്ന എന്റെ 10 പൈസ ഇല്ല. ഇതാ പറയുന്നത് ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുവന്ന്. നമുക്ക് ഈ പന അങ്ങ് കടക്കൽ വെച്ച് വെട്ടിയാലോ? കടക്കൽ ഇച്ചിരി ദൂരമല്ലടാ ബി, നമുക്കത് എറണാകുളത്തോട് കൊണ്ടിട്ട് ഇവിടെ വെച്ച് വെട്ടിയാലോ? പഞ്ചഭാവി, ഞാൻ അതല്ല പറഞ്ഞു വന്നത്. എടാ നിന്റെ അമ്മാവന്റെ നീ കൈക്കലാക്കണം 25 കോടി ടിക്കറ്റ്. കൈക്കലാക്കിയാൽ ഞാൻ കോടീശ്വരനാവോ? അപ്പൊ കോടീശ്വരനാവത്തില്ല. പിന്നെ ഇതിന്റെ തൊട്ട് പിറക്കെ നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി നിന്റെ കൈ കൊണ്ട് ഒപ്പിട്ട് സൂക്ഷിച്ചേക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മാവനെ വിളി. അമ്മാവനെ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്നെ, അതിന്റെ റിലേ പോയി കിടക്കുമല്ലേ? മനസ്സിലായില്ല? മനസ്സിലായില്ലെന്നോ? എടാ ഓർമ്മശക്തി കംപ്ലീറ്റ് പോയെന്ന്. ഇന്ന് പറയണതല്ല നാളെ പറയണത്, ഇപ്പൊ പറയണതല്ല പിന്നെ പറയണത്. മനസ്സിലായില്ല? ഇപ്പൊ പുലിവേഷം കെട്ടിക്കൊണ്ട് നേരെ തിരുവോണത്തിന് തുള്ളാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുക. തിരുവോണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞ് എവിടെ പോയി തുള്ളാൻ നടയത്? അത് ഇതിന് ബോധം വേണ്ടേ അതിന്? പഴയതുപോലെയല്ല മക്കളെ, ഇപ്പൊ 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് അണയ്ക്കുക. താനായിട്ട് അണയ്ക്കണ്ട, തന്നെ അണഞ്ഞോളും.
സത്യമായിട്ടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായി. ഞാൻ ഇതിനെ ഒന്ന് അണയ്ക്കാൻ നോക്കിയതാ. എടാ എലിക്ക് കൊടുക്കണ കേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുതിയത്, ഈ വിഷമുള്ളത്, നല്ല വിരിയും കൂടിയതാ. അതൊരു 4 കഷ്ണം ഇയാൾക്ക് ഞാൻ കാപ്പിയുടെ കൂടെ കൊടുത്തു. ദ്രോഹി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് തിന്നേച്ച് ഈ അളിയൻ പറഞ്ഞു എന്നാന്നറിയാവോ, ഇത് ഉണ്ടാക്കണ ബേക്കറി എവിടെയാണ്, എന്തിന് 1 കിലോ കിട്ടണമെന്ന്. അപ്പൊ ഇത് പെട്ടെന്നൊന്നും അണയത്തില്ല, ഇല്ല. ആള് കത്തിക്കൊണ്ടേയിരിക്കും. പുലിക്കെന്തോടാ തുമ്പിക്കൈ? അത് പറഞ്ഞു തരാം. രാവിലെ പുലിനെ വരച്ചോണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയായപ്പോ ഊണ് കഴിഞ്ഞപ്പോ പിള്ളേർ റിലേ പോയി, പുലിയെ മറന്നു. എന്നിട്ട് ആനയെ വരച്ചു വെച്ചു. ഇത് പുലിയാണോ ആനയാണോ എന്ന് അറിയത്തില്ല. അമ്മാവാ ഒന്ന് കളിച്ചൊന്ന് കാണട്ടെന്ന്. കളിക്കണോ? എന്തോത്തിന് ഈ ചിഹ്നം വിളിക്കുന്നത്? ഇവിടെ ഏതായാലും നമ്മള് തൃശ്ശൂര് പുലിയെ കൊണ്ടങ്ങ് പോണം. അവിടെ പുലി മാത്രമല്ലല്ലോ, ആനയും കാണൂലേ. അപ്പൊ ഈ പുലിയെ കൊണ്ട് കളിച്ച ഈ ആനക്ക് ഈഗോ വരൂലേടാ, അതുകൊണ്ടല്ലേ അടിച്ചത്. ആനക്ക് ഈഗോ അടിക്കുന്നത്? ആനയുടെ ഈഗോ നോക്കി നിൽക്കാതെ ഈ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് അതെ അമ്മാവാ, ഈ പുലിയൊക്കെ കളിച്ച് നടന്നാ മതിയോ? എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോണ്ടായോ? എടാ എനിക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ജോലി, ഇലക്ട്രിസിറ്റി ഓഫീസില്. പിന്നെ അതൊക്കെ കളഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ കൃഷിയും കാര്യമായിട്ട് നിന്നത്. പഞ്ചഭാവി, ആരെങ്കിലും ഇലക്ട്രിസിറ്റി പോലെ ജോലി കളയോ? കടിച്ചു തൂങ്ങി കിടക്കണ്ടായിരുന്നോ? അടിച്ചു തൂങ്ങി കിടക്കാൻ റൊട്ടി കടിയല്ല, കറണ്ട് ലൈനാണ്. തൂങ്ങി കിടന്നാലേ ഒപ്പാലി കിടക്കും പോലെ ആടേണ്ടി വരും. തൂങ്ങി ആടിയാ മതിയായി. നീ ഒറ്റൊരുത്തം കണ്ട എനിക്ക് നാട്ടുകാരും ഇറങ്ങി നടക്കാൻ പോയി നാണക്കേട് കാരണം. എടാ ഇവന്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരു ലോൺ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ ഒരു ബാങ്കിൽ പോയി. അപ്പൊ ഇവനെ കണ്ടുടനെ ബാങ്ക് മാനേജർ പറയുവാ ഇവന് സിവിൽ സ്കോർ ഇല്ലാത്ത ഒരുത്തരാണല്ലോ. ഞാൻ എന്റെ മോളെ കല്യാണം കഴിച്ചു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂലായിരുന്നു, അറിയാമോ? കുറച്ച് കഴിഞ്ഞപ്പോ ആ ബാങ്ക് മാനേജരും ആ ബാങ്ക് ജീവനക്കാരും ഒന്നടങ്കം പറയുവാ 85 വയസ്സായിട്ടും ആ മാമിന്റെ സിവിൽ സ്കോറിന് ഒരു കുഴപ്പമില്ലാതെ. സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് വല്ലതും അറിയാമോ? 85 വയസ്സായി എനിക്കറിയാടാ. അല്ലേ മാമാ, അന്ന് എന്റെ മാമ ഒരു ലോട്ടറി എടുത്തത് ഓർമ്മയുണ്ടോ? എടുത്താ ആണ് പ്രശ്നം. ചന്ത വെച്ചേ ഒരു 500 രൂപ മാമ എന്റെ തന്നിട്ട് ഒരു ബമ്പർ ലോട്ടറി എടുത്തത് മാമൻ ഓർമ്മയുണ്ടോ? ഞാൻ ഇപ്പൊ എടുത്ത്. പിടിക്കുകയോ പെടുക്കാതിരിക്കോ ഇയാൾ ഇഷ്ടം. എടുത്തോന്നാ ചോദിച്ചത്. എടുത്താ. ഇനി ഒന്നേ എന്താ തൂങ്ങാൻ നിൽക്കണ്ട, ലെവലിൽ പോയി കിടക്കുക. എനിക്ക് ബലമായ സംശയം ആ കഴുത്തേ കിടക്കുന്ന താക്കോലുണ്ടോ, ആ താക്കോല് തുറന്ന് ഇങ്ങാരറിയാതെ മേശക്കകത്ത് നോക്കിയാൽ നിന്നാണ് ആ ലോട്ടറി ആ മേശക്കകത്ത് കാണും. എടാ പൊട്ടാ, അത് മേശയുടെ താക്കോലല്ല, ഈ മിറ്റത്ത് കിടന്ന് കിട്ടിയതാണ്. പുള്ളി അതെടുത്ത തന്നെത്താനെ തൂക്കിയേക്കണ. എന്തിന്? ജന്നി വരുമ്പോ തന്നെത്താനെ രക്ഷപ്പെടാൻ വേണ്ടി. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇവിടെ അലമാരയും കട്ടിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങാരം നിക്കറിന്റെ പോക്കറ്റിൽ കാണും ലോട്ടറി. ഉറങ്ങിക്കെടുക്കുമ്പോ ആരും അറിയാതെ 2 പോക്കറ്റിലും കൈയിട്ടാ മതി, ലോട്ടറി കിട്ടും. എന്നെ ഓർമ്മിപ്പിക്കല്ലേ അത്. ഞാൻ ഇച്ചിരി ചില്ലറയ്ക്ക് വേണ്ടി പുള്ളി ഉറങ്ങിക്കിടന്നപ്പോ പോക്കറ്റിനകത്ത് കൈയിട്ടതാ. ചില്ലറയൊന്നും അല്ലേ അത്. എന്റെ പോക്കറ്റിൽ കൈയിടാൻ പോലും എനിക്ക് പേടിയായിരുന്നു. സത്യമായിട്ട് ഒരു ഭയാനക. വേറൊരു ഐഡിയ ഉണ്ട്. എന്നാടാ? എന്റെ അമ്മാവനെ പറ്റിച്ചൊരു ഐഡിയ. 2 സ്മാള് കൊടുത്താൽ ഏത് ഓർമ്മശക്തിയും തിരിച്ചു കിട്ടും. അത് ഞാൻ കൊടുക്കല. ഇന്ന് 1-ാം തീയതിയാണ്. ഞാൻ 2000 രൂപയ്ക്ക് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു തുള്ളി പുള്ളിക്ക് ഞാൻ കൊടുക്കല. 25 കോടിയാണോ 2000 രൂപയാണോ വലുത്? എനിക്ക് ഇന്ന് 2000 രൂപ വലുത്. ചെവിക്കല്ല് വളക്കാൻ തരും. എനിക്ക് എന്റെ കമ്മീഷൻ വേണം. കുടിച്ചു കൂറാ. വേണ്ടടാ. അടിക്കുന്നു. എടാ വേണ്ടെന്ന്. ഞാൻ സ്നേഹം കൊണ്ട് തരുന്നല്ലേ. നീ ദേഷ്യത്തോടതാ. ദേഷ്യത്തോടാണോ? വേണ്ട കിടക്കണം. ടച്ചിങ്സ് വേണ്ടേ? ഗ്ലാസിന്റെ ചെവിടി നക്കിയത് സൈഡിൽ നക്കി കൂടായിരുന്നു. ഇവിടെ പണ്ട് വക്ക് പൊട്ടി ഒരു ഗ്ലാസിന്റെ സൈഡിൽ നക്കിയപ്പം എന്റെ നാക്ക് 2 കീറി മറ്റേ സർപ്പത്തിന്റെ നാക്ക് പോലെ ഇരുന്നു. ഇത് ഒട്ടിച്ചു വെച്ചേക്കുവാ. അതല്ലേ ഒട്ടിച്ചു വെച്ച നാക്ക് ഞാൻ ഇന്ന് വലിച്ച് കീറു കേട്ട. ഞാൻ മയത്തി നിന്നാ മതി. കയ്യും പൊക്കിക്കൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടി. എന്താ ഓർമ്മ കിട്ടി? എന്താണ് ഓർമ്മ വന്നത്? എനിക്ക് മറവിൽ അസുഖമുള്ള കാര്യം എനിക്കിപ്പോ ഓർമ്മ വന്നേ. ഒന്നുകൂടെ കേട്ടടാ. കഴുത്തി ചേർത്തങ്ങ് കൊന്നാലോ ആലോചിക്കും ഞാൻ. അടി ഞങ്ങൾ അവിടെ ഉള്ളത് മാമ എങ്ങനെയാ? അതെ ഓർമ്മ വന്നേ.
വന്ന് പറ എന്നാ വന്നേ? നീ ലോട്ടറി വിൽക്കുന്നവനല്ലേ? അയ്യോ നീ എന്തിവിടെ? കൈവിട്ട് പോയില്ലടാ. ഇത് രക്ഷിച്ചടാ ദൈവം. എന്താ നീ ഇവിടെ? മാമ ഞാൻ നിങ്ങൾക്ക് ലോട്ടറി തന്നില്ലയോ? ആ, ആ. ആ ലോട്ടറി എവിടെ? ലോട്ടറിയാ? ഇവിടെ നിന്റെ ഞാൻ ലോട്ടറി എടുത്തോണ്ട് വരുന്ന വഴിക്ക് എന്റെ കാലിന് ചെറിയൊരു അസ്കിതി. ഞാൻ നേരെ ഒരു കനാലിൽ കയറി അങ്ങിരുന്ന് എന്നിട്ടൊരു ബീഡി എടുത്ത് കത്തിച്ച് വലിച്ചു 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 ഇത്രയും വലിക്കാതൊന്ന് ചുരുക്കി അടിക്കാവോ? വലിച്ചിട്ട് അങ്ങ് തോട്ടി കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ തോട്ട് വരുമ്പോ നടക്കുമ്പോ വയലിന്റെ അക്കരെന്ന് ലളിത വിളിക്കണം, വീട്ടിലോട്ട് ഈ സംഭവം റൂട്ട് മാറി പോട്ടെ. നീ മിണ്ടാതിരിക്കാൻ. ഞാനീ തോടും വയലെല്ലാം ചാടിക്കടന്ന് അവളെ വീട്ടിൽ എത്തിയപ്പം അവളതേ ഇങ്ങനെ നീട്ടി വെച്ചേക്കുന്നു. ഏത് ലോട്ടറിയാ? അല്ല, കട്ടൻ കാപ്പി. ഞാൻ ഈ കട്ടൻ കാപ്പി ഇങ്ങനെ മേടിച്ചിട്ട് ഊതി ഊതി എന്റെ ഗുപ്ത ഊതി ഊതി കുടിക്കാതെ പെട്ടെന്നൊന്ന് കുടിക്കാവോ? കുടിച്ച് കഴിഞ്ഞതും അതിനത് ചായ കുടിച്ചല്ലേ മനസ്സിനല്ലേ ചിലതൊക്കെ കാണും. അതല്ലടാ, അവളെനിക്ക് ദോശ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ആ സ്പോട്ട് 3 ദോശ ഞാനങ്ങ് കഴിച്ചതിന് ശേഷം ആലോചിക്കുക. കാറ്റ് പോയി. ഇതങ്ങനെ കാറ്റ് പോണ സാധനമൊന്നുമല്ല. എന്നാ സൂചി പഞ്ചറായിരിക്കും. ആ ഹലോ, ലോട്ടറി ചപ്പ ആരാപ്പാ? അയ്യോ ദോശ തന്നോ? ആര് തന്നു? ആര് തന്നടാ? നിങ്ങൾക്ക് ആരാണ്ട് ദോശ വാരി ദോശ 3 തന്നില്ലയോ? എടാ ലളിത, അയ്യോ തിരിച്ചു പിടിച്ചു കേട്ടോ. 3 ദോശയും കഴിച്ച് ഞാൻ ഇറങ്ങാൻ നേരത്ത് പോക്കറ്റ് കിടന്ന ലോട്ടറി ലളിതയ്ക്ക് കൊടുത്തു. ലളിതാടെ വീട് അറിയാമോ? എനിക്കറിയാം. ഇങ്ങോട്ട് വാ. ഇവിടെയാ ലളിതയുടെ വീട്. പക്ഷെ അവിടെ വാങ്ങിച്ചില്ല, തിരിച്ചിക്ക് തന്നു. കൈവിട്ട് പോയില്ല. തിരിച്ചിക്ക് തന്നു. സാധനം സൈറ്റിലുണ്ട്. ഉണ്ട്. ക്ഷമിക്ക്. ഞാൻ അതും കൊണ്ട് നേരെ വീട്ടിലിങ്ങ് വന്നിരുന്നതാ ഇറക്കാം. എന്നിട്ട് ലോട്ടറി എവിടെ? ഇടാ എന്റെ ചുവന്ന ഷർട്ട് എന്തേടാ? ചുവന്ന ഷർട്ട് ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഭഗവാനെ, ഇതിനു വേണ്ടിയിട്ടാണല്ലേ ലാഗടിച്ചത്. പിന്നെ ആ ചുമന്ന ഷർട്ടില് പറയാ ഇതിനകത്തില്ലല്ലോ. ഇതിനൊക്കെ ആരാ ലോട്ടറി വെക്കുന്നത്? ഇതെന്റെ ഭാര്യ 6 വർഷം മുമ്പ് എനിക്ക് ഓണക്കോടിയായിട്ട് എടുത്തുന്ന ഷർട്ടല്ലേ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? നിങ്ങളുടെ ഭാര്യയുടെ ഓണക്കോടി നിനക്ക് എന്തോ ലോട്ടറി എവിടെ ഉണ്ടെന്ന് പറയാൻ. ആ കഷ്ടിനടിയിലും രംഗപ്പെട്ടിരിക്കണ വേണ്ട. രംഗപ്പെട്ടി എടുത്തോണ്ട് വാ. എന്നാ പിന്നെ ആദ്യം അതങ്ങ് പറഞ്ഞോണ്ട് അവന് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കൊണ്ടുപോയി. ഇതിനകത്ത് എവിടെയാ ഉള്ളേ? തുരുമ്പടിച്ചിരിക്കണ വേണ്ട. ഇതിനകത്ത് ആരെങ്കിലും ലോട്ടറി വെക്കുവാടാ? അടുത്ത കാശി രാമേശ്വരൻ ടൂറ് പോവുകയാണ്. ഈ തുരുമ്പൊക്കെ മാറ്റണമെന്ന് പെയിന്റ് ചെയ്തു പോയി. കാശി രാമേശ്വരത്ത് നിങ്ങൾ ട്രങ്ക് വെട്ടിയായിട്ടല്ല പോണത്. നിങ്ങളെ കൊണ്ട് ഞാനൊരു കുടത്തിനകത്താ കൊണ്ടുപോകാൻ പോണത്, മനസ്സിലായോ? ഇത് അങ്ങനെ പറഞ്ഞത്തില്ല രമേശ. നീ ഇനി വന്നേടാ. ഇങ്ങനെ കയ്യൊന്ന് പിടിച്ചടാ. എന്നെ കൊല്ലണേ. ലോട്ടറി വേണം. ഇട നിന്റെ ലോട്ടറി എടുത്തോണ്ട് വരുന്ന സമയത്ത് എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച നളിനി, എന്റെ പഴയ നിങ്ങളുടെ പ്രേമകഥയല്ല പറഞ്ഞു. ലോട്ടറി എവിടെ വെച്ചത് പറയാൻ. ഇട പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ഈ നളിനിയും കൂടെ ഈ വയൽ വരുമ്പേ ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു തോടിന്റെ അകത്ത് വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കാലിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഈ കാലവാരി നിർത്തടിച്ചാലോ? പറയട്ടാ. എന്നിട്ട് ഈ 5 രൂപ പുസ്തകമില്ലേ, അതിൽ നിന്ന് പേപ്പർ ഊരും. ഞാനൊരു വള്ളം ഉണ്ടാക്കും, നളിനി അത് തെറ്റിവിടും. ഞാനൊരു വള്ളം ഉണ്ടാക്കും, നളിനി അത് തെറ്റിവിടും. ഈ നളിനി തെറ്റിവിട്ട കഥ അവിടെ നിൽക്കട്ടെ. ലോട്ടറി വർഷങ്ങൾക്ക് ശേഷം ആ നളിനിയെ ഞാൻ വീണ്ടും കണ്ടടാ. എന്നിട്ട് ഞാനും നളിനിയും കൂടെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ഈ തോട്ടിപ്പോയിരുന്നു. ഇങ്ങനെ കാലിട്ട് അടിച്ചടിച്ചിരുന്നു. സംഭവം നളിനിക്ക് വിടാൻ സാധനമില്ല, വള്ളമില്ലെന്ന്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിക്കൊണ്ട് ഞാൻ ഒരു വള്ളം ഉണ്ടാക്കി അങ്ങ് വിട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വള്ളം വിട്ടെന്ന് പറഞ്ഞ ഇടേ ഇവ എനിക്ക് തന്നെ അടിക്കാത്ത ഒരു ലോട്ടറി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഒരു വള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ വിട്ടത് നാളിനി ഒരു തെറ്റി ഒരു വിടക്കം ഉറങ്ങിയ വള്ളം ഒരു പോക്ക് വേണം അറബിക്കടലിൽ. 25 കോടിയുടെ ലോട്ടറി താനൊരു വള്ളം ഉണ്ടാക്കി കളിച്ചല്ലേ? ആ തോട്ടിൽ ഒഴുക്കൊണ്ടാ ഉത്തൊഴുക്ക. ഇപ്പം ഇതിനെ കൊണ്ട് അവിടെ തട്ടാം. എന്തിന്? ഏതെങ്കിലും അറബിക്കടലിൽ കേറട്ടാ. എന്നാലും എന്റെ അമ്മാവ 25 കോടിയുടെ ലോട്ടറിയാണ് ആ നളിനിക്ക് വേണ്ടി തെറ്റി വിട്ടത്. അതെന്റെ പഴയ അമ്മാവനൊരു നല്ല കൈഡി. നല്ല സബ്ജക്റ്റ് ആകട്ടോ. നിങ്ങൾ 3 പേരും നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അജീഷൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അജീഷേ. പക്ഷേ ഇതിൻ്റെ എൻഡിൽ വന്നപ്പോൾ തമാശയുടെ ഒരു കുറവ്. എൻഡിൽ കുറച്ച് ഭാഗത്ത് സീരിയസ് ആയിപ്പോയി. നളിനിയുടെ കാര്യം പറഞ്ഞതിൻ്റെ അവിടെ തൊട്ട് ഇങ്ങോട്ടൊന്ന് കൗണ്ടറിൻ്റെ കുറവ് വന്നു, കോമഡിയുടെ കുറവ് വന്നു. വേറൊരു കുഴപ്പം ഇതിനെ ഞാൻ കാണുന്നില്ല. ഓക്കെ, താങ്ക് യു നസീർക്ക.
ഇതുകൂടെ ചേട്ടാ നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ വരച്ചാക്കണതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ ചെന്നാൽ ഓണത്തിനൊക്കെ പുലികളി കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു പുലി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ സജി കുറേ റിയാക്ഷൻ ഇട്ട് കുറേ ചിരിപ്പിച്ച് നമ്മളാ. അജീഷ് കുറേ കൗണ്ടർ പറയുമ്പോൾ അതിന് റിയാക്ഷനിൽ ഞങ്ങൾ കുറേ ചിരിച്ച്. കാരണം ഓ എന്ന് പറഞ്ഞ സാധനമില്ലേ മണ്ടൻ. ഇതാരാണ് മണ്ടൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. രണ്ടുപേരും മണ്ടനാണ്, എനിക്ക് തോന്നുന്നു 3 പേരും മണ്ടനാണെന്നുള്ളത്. മൊത്തത്തിൽ നല്ലൊരു കളറായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ത്രെഡിന് ഞാൻ ആദ്യം കയ്യിൽ ഉഗ്രം ത്രെഡായിരുന്നു. തുടക്കം പോലെ നിങ്ങൾ നല്ല രസമായിട്ട് പിന്നെ നസീർക്ക് പറഞ്ഞ പോലെ 3 പേരും നല്ല വൃത്തിയായിട്ട് കളിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം. കാര്യം ആ ലോട്ടറി എവിടെയാണ് അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. വള്ളം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വിടുക എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പ്രിഡിക്റ്റബിൾ ആണ്. അതിനേക്കാൾ വേറൊരു സാധനം ചിന്തിക്കാമായിരുന്നു എന്നെൻ്റെ ഒരു സജഷനാണ്. കാരണം നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചു. ഇത് ഇങ്ങനെ കയറി വന്ന് നിസ്സാരമായി പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ബാക്കി എല്ലാ വശങ്ങളും നല്ല ലൈഫായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ മാർക്ക് വാങ്ങിക്കാം. ഞാൻ ഒരു 9 കൊടുക്കാം. 9,000 രൂപ. ഓക്കെ, ഞാനൊരു 8,000 കൊടുക്കാം. ഓക്കെ, അപ്പൊ 17,000 രൂപ ആയിട്ടുണ്ട് ടോട്ടല്. ബാക്കി ഞാൻ വാരിക്കൂരി കൊടുക്കുക. 40,000 രൂപ. അടിപൊളി. ഇതേപോലെ 50, 60, 70, 1 ലക്ഷം ഒക്കെ ആയിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗൈസ്, നമുക്ക് പോകണം. കഴിഞ്ഞോ? പിന്നെ അപ്പം ഉഷാറായിട്ട് നമുക്ക് ഇന്ന് പോവാം. അടുത്ത ദിവസം പൂർവാദി ശക്തിയോടെ ചിരിക്കാനായിട്ട് വരാം. എല്ലാ പിറവം നിവാസികൾക്കും വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ കൈയടിച്ചു, ഉഷാറായിരുന്നു. നിങ്ങൾക്ക് എന്തൊരു കൈയടിച്ചോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.